ഹലോ ഫ്രണ്ട്സ്, കെ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വെറൈറ്റിയും നല്ല ടേസ്റ്റുള്ളതുമായ ഒരു മാഗി കൊണ്ടുള്ള ഒരു പക്കവട ഉണ്ടാക്കാം. ഇനി അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഒരു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടപ്പേ വെച്ച് അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കാൻ കൊടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് പകുതി വേവാൻ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മാഗി പകുതി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടി എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടെന്ന് നോക്കാം. പകുതി വേവിച്ച മാഗി, 2 ടീസ്പൂൺ സവാള അരിഞ്ഞത്, 2 ടീസ്പൂൺ ക്യാരറ്റ് അരിഞ്ഞത്, സ്വല്പം മല്ലിയില, 2 ടീസ്പൂൺ കാബേജ് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കടലമാവ്, 2 ടീസ്പൂൺ അരിപ്പൊടി, മാഗി മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മാഗിയിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുക്കാം. സവാള അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, കാബേജ് ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിയില, മുളക് പൊടി, കടലമാവ്, അരിപ്പൊടി, ഗരം മസാല, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ ഈ മാഗിയുടെ മസാല ഇതിലേക്ക് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഞാനത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറിയ ഉരുളയായിട്ട് ഉരുട്ടി നമുക്ക് കൈയുടെ വെള്ളയിൽ വെച്ച് വടയുടെ ഷേപ്പിൽ പരത്തിയെടുക്കാം. അപ്പോൾ ഞാനതെല്ലാം നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ബോളിൽ 3 ടീസ്പൂൺ മൈദ എടുത്തിട്ട് അതിൽ സ്വല്പം വെള്ളം ഒഴിക്കാം. എന്നിട്ട് കട്ടയില്ലാതെ അത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ അതിൻ്റെ കട്ട ഇല്ലാതെ അത് ലിക്വിഡ് പരുവത്തിൽ ആക്കിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടപ്പേ വെച്ച് അത് ചൂടാകുമ്പോഴേക്കും അത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വട ഓരോന്നും എടുത്ത് ഈ ലിക്വിഡിലിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ മുക്കിയെടുക്കാം. മുക്കിയെടുത്തിട്ട് നമുക്ക് പൊടിച്ചു വെച്ചിരുന്ന ആ മാഗി, പച്ച മാഗി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്കിട്ട് അതിലേക്കൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഇതുപോലെ ഇതിലോട്ട് യോജിപ്പിച്ച് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് വളരെയധികം രുചിയുള്ള ഒരു പലഹാരമാണ്. നമുക്ക് രാവിലത്തെ നാസ്തയ്ക്ക് കഴിക്കാനും വൈകിട്ടത്തെ ചായയുടെ കൂടെ കഴിക്കാനും ഒക്കെ ഇത് വളരെ രുചിയുള്ളതാണ്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മാഗിയുടെ ഈ പക്കവട വളരെ ടേസ്റ്റുള്ളതാണ്. രാവിലെ നമുക്ക് നാസ്തയ്ക്ക് കഴിക്കാം, വൈകിട്ട് ചായയുടെ കൂടെ കഴിക്കാനും ഇത് വളരെ പ്രയോജനപ്പെടുന്നതാണ്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരവുമാണ്.
ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരിയെടുക്കാം. ഇത് എളുപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി കോരിയെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കി നമുക്ക് വറുത്ത് കോരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇപ്പോൾ നമ്മുടെ മാഗി കൊണ്ടുള്ള പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റുള്ള ഒരു പക്കോടയാണിത്. വീഡിയോ കണ്ടതിന് താങ്ക് യു.